സാർ, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു BJP നേതാവ്, അതിൻ്റെ പേര് പ്രിൻറ്റു എന്നാണ്, ആ ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ വെടിവെക്കണം എന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തിനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വെടിവെക്കണം എന്നൊക്കെ, നെഞ്ചിൽ വെടിവെക്കണം എന്നൊക്കെ ഒരു കമൻറ്റ് പറയുമ്പോൾ ശരിക്കും അതൊരു ചാനൽ ചർച്ചയിൽ, പ്രത്യേകിച്ച് BJPയുടെ അവതാരകൻ പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. കാര്യം BJPക്ക് നേരെ തിരിച്ച് അവരുടെ ഒരു നേതാവിനെ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും പറയുകയോ, പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുകയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ പറയുക, അവരിവിടെ വെറുതെ നിൽക്കും, അവരിവിടെ ഇന്ന് കത്തിക്കും. അപ്പോൾ ഇന്നിപ്പോൾ സഭയിൽ ഇവിടെ കോൺഗ്രസും CPM തമ്മിൽ അടിക്കുകയാണെങ്കിലും അവർ INDA മുന്നണിയുടെ ഭാഗമാണല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് CPMനെ കോൺഗ്രസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ സഭയിൽ അവർ അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കി രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പരാമർശിച്ചത് ഒരു ചർച്ച ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം കൊണ്ടുവന്നു. എന്തുകൊണ്ട് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ആളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അത് സ്പീക്കർ നിരാകരിച്ചു, കളിയാക്കി വിട്ടു. അങ്ങനെ അവരെല്ലാം കൂടെ ഇന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി. സാറിന് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നത്? കാര്യം അതൊരു ആവശ്യം ഇപ്പോൾ കേരള നിയമസഭയിൽ പരാമർശിക്കേണ്ടതാണെന്ന് വെച്ചാൽ വേറെയും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ കരുണാനിധിയുടെ മകൻ സ്റ്റാലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സ്നേഹം കൂടും. പിണറായി വിജയൻ അതെല്ലാം അവിടെ പറയും, നമ്മൾ അവരൊക്കെ ഒപ്പം നിൽക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. വേറെ സ്റ്റേറ്റിൻ്റെ കാര്യമാണെങ്കിലും എന്തുകൊണ്ട് ഇതൊരു വിഷയമാകാതെ, ചർച്ചയാകാതെ പോയി? കോൺഗ്രസിൻ്റെ അന്ധമായ വിരോധമാണോ? അല്ല, അതിനകത്ത് നമ്മൾ പിണറായി വിജയൻ ഒന്നും പറയണ്ട. BJPക്കെതിരായി ഒരു തൽക്കാലം ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇപ്പോഴത്തെ പിണറായി വിജയനെ കൊണ്ട് കഴിയില്ല. പണ്ടേ കാലത്തെ എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അത്രയ്ക്ക് മാത്രം ഊരാ കുടുക്കുള്ള കേസ് കേന്ദ്ര ഏജൻസി പിടുത്തം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും പെട്ടിട്ടുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ പിടുത്തത്തിലാണ്. കേന്ദ്ര ഏജൻസിയുടെ പിടുത്തത്തിലാണ്. പക്ഷെ ഇവിടെ അതാണ് സതീശൻ പറയുന്നത്. അല്ലല്ല, BJPക്കകത്ത് വളർന്നു വരുന്ന രണ്ട് ഗ്രൂപ്പ്, ആശയപരമായ എന്നാണ് പറയുന്ന രണ്ട് ഗ്രൂപ്പുണ്ട്. ഒരു വിഭാഗം എങ്ങനെയെങ്കിലും 5-6 MLA-മാരെ കിട്ടണമെന്നും, അത് തങ്ങളായിരുന്നാൽ നല്ലതെന്നും വിചാരിക്കുന്നുണ്ട് അവർ. MLA-മാരെ കിട്ടണമെന്നും അതിന് CPM-ഉമായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, കുഴപ്പമില്ല എന്നും. പിന്നെ കോൺഗ്രസ്സായിട്ട് അവർക്ക് കൂട്ടുകൂടാൻ പറ്റില്ല, കാരണം അഖിലേന്ത്യാ തലത്തിൽ എതിർവശത്താണ് നിൽക്കുന്നത്. അതിന് CPM-ഉമായിട്ട് കൂട്ടുകൂടണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഭാഗമുണ്ട്. എങ്ങനെയെങ്കിലും അധികാരം ഒരു 5-6 MLA-മാരെ കിട്ടണം, അത് കഴിഞ്ഞ് പിടിക്കാം, അത് എല്ലാം കൂടെ മൊത്തം പിടിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായ കാലം തൊട്ട് കേരളത്തിൽ BJPയും RSSും ഒക്കെ പ്രവർത്തിക്കാൻ ഉണ്ടായ കാലം തൊട്ട് CPM പ്രവർത്തകരുടെ ചവിട്ടും തൊഴിയുമേറ്റ് ആരോഗ്യം നഷ്ടപ്പെട്ടവരെ, ജീവൻ നഷ്ടപ്പെട്ടവർ, ഇഷ്ടംപോലെ രക്തസാക്ഷികളൊക്കെ ഉള്ളൊരു പാർട്ടി. അതിൻ്റെ സാധാരണ പ്രവർത്തകരെ ഇതുപോലെ MLA MP ഒന്നും ആകാൻ പറ്റുന്നില്ലെങ്കിൽ യാതൊരു കാരണവശാലും മാനസികമായി ഒരു തരത്തിലും ഇവർക്ക് CPM-ന് വോട്ട് ചെയ്യാൻ തയ്യാറാകില്ല. ഈ അറേഞ്ച്മെൻറ്റ് വോട്ടിങ്ങിന് തയ്യാറാകാത്തവരായിരിക്കും BJPയുടെ 90% പ്രവർത്തകർ. പക്ഷെ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സൃഷ്ടിക്കാൻ ശ്രമിച്ച നരേറ്റീവ് BJP വേഴ്സസ് CPM. അത് ശ്രദ്ധിച്ച് ചെയ്യണം. BJPയും CPM-ഉം തമ്മിലാണ് ഇവിടെ മത്സരം എന്നാണ് ഈ പിണറായിയായിട്ട് ധാരണയിൽ ഉണ്ടാക്കാൻ നോക്കുന്നത്. മുഖ്യ എതിരാളി CPM-ൻ്റെ മുഖ്യ എതിരാളി BJP. അപ്പോൾ കോൺഗ്രസ്സുകാരെ ഡീമോറലൈസ് ചെയ്യാനാണ് അതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ മുഖ്യ എതിരാളി പ്രശ്നം പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, കോൺഗ്രസ്സിനെ എങ്ങും അല്ലാത്ത രീതിയിൽ കൊണ്ടുവരികയാണ്. അതാണ് ഇവരുടെ ഉദ്ദേശം. കോൺഗ്രസ് ഈ പിക്ചറിൽ ഇല്ല എന്ന് വരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അതിൻ്റെ പ്രൊപ്പഗാൻഡയാണ് ഈ നടക്കുന്നത്. അവരുടെ പമ്പാ സംഗമം നടന്നു, മറുവശത്ത് ആലപ്പുഴ സംഗമം നടന്നു. രണ്ടും പരസ്പരം മത്സരിച്ച് രണ്ട് കൂട്ടരാണ് നടത്തുന്നത്. ഇനി ഇവിടെ ഇതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ പ്രതിനിധിയായിരിക്കും മിക്കവാറും ആര്? ഈ പ്രിൻറ്റു എന്ന് പറഞ്ഞാണ്. അങ്ങനെ നല്ല ഗ്രൂപ്പ് അതിനകത്തുണ്ട്. CPM-ഉമായിട്ട് യാതൊരുവിധ ധാരണയ്ക്കും പോകണ്ട എന്നാഗ്രഹിക്കുന്ന BJPക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ആര്? ഈ പ്രിൻറ്റു. അപ്പോൾ ഇയാളിത് പറഞ്ഞുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ്സുകാർ ഒന്നുകൂടെ അലേർട്ടാവും, കോൺഗ്രസ് പ്രവർത്തകർ ഒന്നുകൂടെ സജീവമാകും. ഇയാളുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് BJPക്കെതിരായി ആഞ്ഞു വർക്ക് ചെയ്യാൻ ആര് തീരുമാനിക്കും? കോൺഗ്രസ് തീരുമാനിക്കും. നിഷ്പക്ഷരായ ജനങ്ങളും തീരുമാനിക്കും. നിഷ്പക്ഷരായ സാധാരണ ജനങ്ങളെ എങ്ങ് വോട്ട് ചെയ്യാൻ. അപ്പോൾ സാറ് പറയുന്നത് കേരളത്തിൽ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ചിത്രത്തിൽ കോൺഗ്രസ് ഇല്ല എന്നാണ്? ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട്. അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അത് CPM-ൻ്റെയും RSSൻ്റെയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരെ മറിച്ചുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൂടി ഓർക്കണം. ഇന്ദിരാഗാന്ധി വെടിവെച്ച് മരിച്ചു, മറ്റേ ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി മരിക്കുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരു ട്രാജഡികളിൽ മാത്രമുള്ള ഒരു കുടുംബത്തിൽ ഏറ്റവും ഇളയ പയ്യനാണ്. ഇവനെ കൊല്ലണം എന്നാണ് പറയുന്നത്. അത് പറയാൻ ആർക്ക് പറ്റും?
അത് പറ്റണമെങ്കിൽ പക്ഷെ അത് ശരിക്കും കുറ്റമല്ലേ? അത് പറഞ്ഞെങ്കിൽ അത് അത്ര ശരിയായ ഒരു ആരോപണം അങ്ങനെ പറയാൻ അല്ല, കുറ്റം പോലീസിൽ നടപടി എടുക്കേണ്ടത്. പിണറായി വിജയൻ നടപടി എടുക്കുകയില്ലെന്ന് എടുക്കും. ഒരു എന്തെങ്കിലും വകുപ്പിട്ട് എടുത്തിട്ട് ഒരു ദിവസം വേണം കഴിയുമ്പോൾ കോടതി ജാമ്യത്തിലോ അല്ലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജാമ്യത്തിൽ വിടും. അതൊക്കെ ചെയ്യും, ഒന്നും പേടിക്കണ്ട. അത് ആർക്കും പരാതിയില്ലെന്നേ. ഈ പ്രിൻ്റ് ഇത് പറഞ്ഞുകൊണ്ട് കിട്ടിയ പ്രശ്നം ഇത് കോൺഗ്രസ്സുകാരെ അലർട്ടാക്കും. CPM-ന് ഇതിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റാതെ വരും. CPM എന്ത് പറയും? ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ മറുവശമുണ്ട്. ഗോഡ്സെ എങ്ങനെയാണ് പാവം ഒന്നുമില്ല ഗാന്ധിയെ വെടിവെക്കാൻ പോയി, ഒരു മുട്ടൂരി പോലും കൊണ്ടുനടക്കാതെ ഗാന്ധിയുടെ നേരെ ഷർട്ട് പോലും ഇടാതെ ഗാന്ധിയുടെ നിറയൊഴിക്കാൻ ഗോഡ്സെയെ പ്രേരിപ്പിച്ചത് ഹിന്ദു മഹാസഭ നേതാക്കളുടെ അന്നക്കാലത്തെ പ്രസംഗമാണ്. ഗാന്ധി ജീവിച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾ നിങ്ങളുടെ സ്വത്തെല്ലാം കൊണ്ടുപോകും, അതുകൊണ്ട് അയാൾ ഇല്ലാതാകുന്നത് കുഴപ്പമില്ല എന്നുള്ള നരേറ്റീവ് ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ നോക്കി. ആ നരേറ്റീവാണോ ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ നോക്കുന്നത് നമുക്കറിയത്തില്ല. ഇവിടെ രാഹുൽ ഗാന്ധി ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധി ഞങ്ങൾക്ക് വെല്ലുവിളിയല്ല, കേരളത്തിലും പ്രശ്നമല്ല. അതുകൊണ്ട് ഇവിടെ പക്ഷേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കിട്ടിയ ഏറ്റവും നല്ല മുദ്രാവാക്യമാണ്. ഇപ്പം ഇന്ന് സതീശനോ ആരെങ്കിലും പത്രസമ്മേളനത്തിൽ പോയി കഴിഞ്ഞാൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ആരെങ്കിലും ചോദിക്കുമോ? ഷാഫി പറമ്പലിൻ്റെ കാര്യം ആരെങ്കിലും ചോദിക്കുമോ? അല്ലെ പറവൂരെ ഇഷ്യൂസ് ആരെങ്കിലും ചോദിക്കുമോ? അല്ലെ പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമോ? ഇത്രയും സുഖകരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യം പ്രിൻ്റു മോഹൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെതിരായിട്ട് പറയത്തില്ലേ? ഒരു തർക്കവും അഭിപ്രായ വ്യത്യാസം ഗ്രൂപ്പില്ലാതെ പറയാം. അവർക്ക് ഏകീകരിച്ച് പറയാം. അപ്പോൾ ഏക അഭിപ്രായത്തിൽ പറയാൻ പറ്റും. CPM ഇവിടെ വെട്ടിലായി. ഇതിൽ വെട്ടിലാകുന്നത് CPM-ആണ്. CPM എന്താ അഭിപ്രായം പറയും? CPM എന്താ അഭിപ്രായം പറയും? CPM-ന് ഇവിടെ ഒന്നും അങ്ങനെ പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റൂല. CPM-നൊന്നും അതുകൊണ്ടാണ് സഭയിൽ ഇപ്പോൾ ഇതൊന്നും കൊടുക്കാത്തത്. പക്ഷേ ശരിക്കും CPM-ന് വെട്ടിലാക്കുന്ന പരിപാടിയല്ലേ സാർ ഇവിടെ? CPM അല്ല, ഇപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടി CPM-ആണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതൊരു പ്രമേയം അവതരിപ്പിക്കാൻ കൊടുക്കാൻ പറ്റും? കാര്യം എങ്ങനെ കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റും? അല്ല, നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരനെ കോൺസ്റ്റബിളിനെ വിട്ട് ഹെഡ് കൂട്ടമുള്ള ആരെങ്കിലും വിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും, സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, അറസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കും, ജാമ്യത്തിൽ വിടും. പക്ഷേ പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തോറ്റുപോകും. അല്ല, ഇതിൻ്റെ അഭിപ്രായം എല്ലാ പത്രസമ്മേളനങ്ങളൊക്കെ ചോദിക്കുകയല്ലേ. പിന്നെ പിണറായി ആയതുകൊണ്ടൊരു ഗുണമുണ്ട്, പത്രക്കാരും പിണറായിയെ കാണാൻ പോവില്ല, അല്ലെ പിണറായി അവരെ കാണാൻ വരില്ല. കണ്ടാൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കും. പിണറായിയോട് മാത്രം ചോദിക്കുക. പിണറായിയുടെ പത്രസമ്മേളനത്തിൽ എല്ലാവരും ഓരോ പഴം മേടിച്ച് വായിലിട്ടിട്ട് അവർ പോകുള്ളൂ. ഒരു ക്ലിപ്പും വെച്ചേക്കും. അതാണ് ഇവിടെ നമ്മുടെ മാധ്യമ സിംഹങ്ങളുടെ. അപ്പോൾ സാറ് പറയുന്നത് ഇത് മനഃപൂർവ്വം നാണം കേടും എന്ന് കരുതിയാണ് CPM ഇത് ചർച്ചയ്ക്ക് എടുക്കാത്തത് അല്ലേ? നാണക്കേട് കോൺഗ്രസിന്റെ ഒരു കാര്യം. നാണക്കേട് ഉത്തരം പറയാൻ പറ്റില്ലേ? അല്ല, എന്ത് ചെയ്യും? ഇപ്പോൾ എന്ത് ഉത്തരം പറയും പിണറായി? സാറ് പറഞ്ഞ പോലെ നാളെ വേണമെങ്കിൽ കുട്ടമ്പിള്ളയെ അയച്ച് അറസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. കറക്റ്റ് CPM പെട്ടിരിക്കുകയാണ്. BJP ഒക്കെ CPM പെട്ടിരിക്കുന്നത്. BJP-യിൽ 2 ചേരി വന്നു ഇപ്പോൾ ശരിക്കും. അത് പുറത്തേക്ക് ഒന്ന് സപ്പോർട്ടീവും ഒന്ന് ഈ പറയുന്ന പോലെ പിന്നെ BJP-കാരും എന്നാൽ കോൺഗ്രസ് വരാൻ കോൺഗ്രസ് വേഴ്സസ് BJP-യിലേക്ക് ഇത് കൊണ്ടുവരിക. ഇത് അവർ നോക്കിക്കൊണ്ടിരുന്നത് BJP-യുടെ സുരേന്ദ്രൻ നോക്കിക്കൊണ്ടിരുന്നത് തന്നെ BJP വേഴ്സസ് CPM എന്ന് തെളിയിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളാണ് രണ്ടാമത് വരാൻ. പക്ഷേ ഇതിപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ് വേഴ്സസ് BJP. ആ നരേറ്റീവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമായിട്ട് കോൺഗ്രസിന് ഉപയോഗിക്കാം.